എല്ലാ മാസത്തെയും ആദ്യത്തെ ചൊവ്വാഴ്ചയെ നമ്മൾ മുപ്പട്ട് ചൊവ്വ എന്നാണ് പറയുന്നത്. മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അഥവാ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നമ്മൾ മകരച്ചൊവ്വയായി ആചരിച്ചു വരുന്നത്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ. ഈ പ്രാവശ്യം 2025 ജനുവരി 14 നമ്മൾ മകരച്ചൊവ്വ അനുഷ്ഠിക്കുന്നത്. നവഗ്രഹങ്ങളിലെ പ്രധാനികളിൽ ഒന്നായ ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാകും. ചൊവ്വയുടെ ഉച്ചക്ഷേത്രമെന്നാണ് മകരം രാശി അറിയപ്പെടുന്നത് തന്നെ. ഈ കാരണം കൊണ്ട് തന്നെ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിച്ചും അനുഷ്ഠിച്ചും പോരുന്നതാണ്. മകരച്ചൊവ്വ ദിവസം നമ്മൾ വ്രതം നോൽക്കേണ്ടതായിട്ടുണ്ടോ? വ്രതം നോൽക്കുവാണെങ്കിൽ തന്നെ ഏതൊരു രീതിയിലാണ് നമ്മൾ വ്രതം നോൽക്കേണ്ടത്? ഭദ്രകാളി പെട്ടെന്ന് പ്രസാദിച്ച് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ഏതൊരു കാര്യവും ഉടനടി നടത്തി തരാൻ ഈ ഒരു മകരച്ചൊവ്വ ദിവസം പോലെ അനുയോജ്യമായ മറ്റൊരു ദിവസം ഇല്ല എന്ന് തന്നെ പറയാം. അതിനായി നമ്മൾ വീടുകളിൽ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മളുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ് ചൊവ്വയുടെ അധിപന്മാരായ ദേവതകൾ. അതുകൊണ്ട് തന്നെ മുപ്പട്ട് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ്. കൂടാതെ സകല ദോഷ നിവാരണത്തിനും നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേഗത്തിൽ തീർപ്പുണ്ടാകുവാനും ഈ ഒരു മകര ചൊവ്വാഴ്ച ഏറ്റവും അനുഗ്രഹദായകവുമാണ്. ഈ മകര ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ നടത്തുന്ന വഴിപാടുകൾ, കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം വഴിപാടായി കഴിപ്പിക്കുന്നത്, ഇതെല്ലാം കുടുംബ ഐശ്വര്യത്തിന് വളരെ ഉത്തമമാണ്. നമുക്കറിയാം ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. 3 ലോകങ്ങളും കീഴടക്കി സകലരെയും ഉപദ്രവിച്ച ദാരികനെ നിഗ്രഹിക്കാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ദേവിയാണ് ശ്രീ ഭദ്രകാളി ദേവി. പരദേവതയായും അല്ലാതെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത് ഭദ്രകാളിയെയാണ്. ശ്രീ പാർവതിയുടെ രൂപമായ കാളിയെ ശിവപ്രിയയായി കരുതിയാണ് ആരാധിക്കുന്നത്. മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം നമുക്ക് വ്രതം നോക്കുകയാണെങ്കിൽ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. വ്രതമായിട്ട് എടുക്കണം എന്നില്ല, എങ്കിലും മത്സ്യമാംസാദികൾ ഈ മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ഒരിക്കലും വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കാം എന്നത്തെയും പോലെ തന്നെ. പക്ഷെ ഭദ്രദീപമാണെങ്കിൽ ഈ ഒരു മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം കത്തിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. അതായത് 5 തിരിയിട്ട വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. അമ്മ മഹാമായയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹം അത്രമേൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതൊന്ന് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഈ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പം അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നെയ്വിളക്കാകാം, അല്ലെങ്കിൽ എണ്ണവിളക്കാകാം. ഇനി സാധാരണ എണ്ണവിളക്കാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു ചെറിയ ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു തിരിയാണെങ്കിലും ഒരു നെയ്വിളക്കായിട്ട് കത്തിച്ചു വെച്ചാലും വളരെ ഐശ്വര്യദായകമാണ്. ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ഭദ്രകാളി സ്തോത്രങ്ങൾ, നാമങ്ങളൊക്കെ നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. ലളിത സഹസ്രനാമം ചൊല്ലുന്നത് ഈ ദിവസം അത്യുത്തമമാണ്. തെളിഞ്ഞ ഭക്തിയോടെയുള്ള നമ്മുടെ ഏതൊരു അകമഴിഞ്ഞ പ്രാർത്ഥനയും അമ്മ മഹാമായ ഈ ഒരു ദിവസം, ഈ ഒരു മകര ചൊവ്വ ദിവസം കേട്ട് നമ്മളിൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നതാണ്. ഈ ഒരു മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏതൊരു പ്രശ്നവും, ഏതൊരു കുടുംബ പ്രശ്നവും, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളും, സന്താനങ്ങളെ ചൊല്ലിയുള്ള ക്ലേശങ്ങളും, ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ, ഒരു ഭൂമി വിൽക്കാനായിട്ട് വന്നിട്ട് അത് വിൽക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വരിക, ഒരു ജോലിക്ക് വേണ്ടി അതികഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നടക്കാതെ വരിക, അങ്ങനെയുള്ള ഏതൊരുവിധ തടസ്സങ്ങളും, വിവാഹ തടസ്സങ്ങൾ, ചൊവ്വ ദോഷം കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ, ദോഷങ്ങൾ, ഇവയെല്ലാം ഈ ഒരു മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ദേവിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രങ്ങൾ ഉരുവിട്ട് ദേവീ ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ കഴിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ദേവി ഉടനെ തന്നെ നമുക്ക് ഫലം തരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ദേവി നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു മഹാപുണ്യ ദിവസം കൂടിയാണിത്. രാവിലെ ഭദ്രദീപം കത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് അസ്തമയത്തിന് തൊട്ടു മുൻപ് പ്രഭാതത്തിലെ പോലെ തന്നെ ഭദ്രദീപം കൊളുത്തി
ഭദ്രകാളി ദേവി സ്തോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും മാറി ഐശ്വര്യം നിറയുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു ദുഷ്ടശക്തിയുടെ സ്വാധീനവും നമ്മളിൽ പിന്നെ ഏൽക്കുകയില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഈ മകരചൊവ്വ ദിനത്തിൽ ഭക്തിപൂർവ്വം ദേവിയെ പ്രാർത്ഥിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ ഏതൊരു കാര്യവും ഉടൻ തന്നെ ദേവി നടത്തി തരുന്നതാണ്. ഈ ഒരു മകരചൊവ്വ ദിവസം ഭദ്രകാളി ദേവിക്ക് മറ്റ് ദിവസങ്ങളിലേക്കാൾ 10,000 ഇരട്ടി ശക്തി കൂടുതലായിരിക്കും എന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. നമ്മൾ ഭക്തർ ചോദിക്കുന്ന ഏതൊരു വരവും തരാൻ സംപ്രീതയായി ദേവി നിൽക്കുന്ന ഒരു പുണ്യ ദിവസമാണിത്. അതുപോലെ തന്നെ ചൊവ്വാദോഷം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഒരു മകരചൊവ്വ ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി യഥാവിധ വഴിപാടുകൾ കഴിക്കുന്നത് ദുരിത നിവാരണത്തിനും അത്യുത്തമമാണ്. രൗദ്രഭാവമാണെങ്കിലും തന്നെ ഉള്ളറിഞ്ഞ് ഭക്തിയോടെ വിളിക്കുന്ന ഏതൊരു ഭക്തനും എല്ലാ സൗഭാഗ്യങ്ങളും ദേവി നൽകുന്ന ഒരു പുണ്യദിനം കൂടിയാണ് ഈ മകരചൊവ്വ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ചൊവ്വയുടെ അതിദേവതകൾ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണെന്നത്. യുഗ്മരാശി ഭദ്രകാളിയെയും ഓജരാശി സുബ്രഹ്മണ്യ സ്വാമിയുടെയും പ്രതീകമാണ്. ജാതകപ്രകാരം യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ, ചൊവ്വ ദശാകാലമുള്ളവർ, കൂടാതെ അവിട്ടം, ചിത്തിര, മകയിരം നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ഒരു ദിവസം. നമുക്കറിയാം, മാതൃരൂപിണിയാണ് ഭദ്രകാളി ദേവി. രൗദ്രഭാവമാണെങ്കിലും മാതൃരൂപിണിയാണ്, ക്ഷിപ്രപ്രസാദിനിയാണ് ഭഗവതി. യുഗ്മരാശിയായ മകരം ഭദ്രകാളി പ്രീതിക്ക് കൂടുതൽ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ മകരത്തിലെ 30 ചൊവ്വ ഭദ്രകാളി പ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ദിവസം വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ഈ മകരചൊവ്വ ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന എല്ലാ ഭക്തരും തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കടും പായസം കഴിപ്പിക്കുക. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് കടും പായസം കഴിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കാം, ചുവന്ന പൂക്കൾ കൊണ്ട് നമുക്ക് മാല സമർപ്പിക്കാം. ചുവന്ന പൂക്കളായ തെച്ചിപ്പൂ, ചെമ്പരത്തിപ്പൂ ഒക്കെ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗുരുതി വഴിപാടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാടോ ഗുരുതി പുഷ്പാഞ്ജലിയോ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഈ മകരചൊവ്വ ദിവസം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് കടും പായസം വീട്ടിൽ തന്നെ നമുക്ക് കഴിപ്പിക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ കടും പായസം ഉണ്ടാക്കി നമ്മൾ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ നിലവിളക്കിനെ ഭദ്രകാളി ദേവിയായി സങ്കല്പിച്ചാണ് ആ ഒരു ദിവസം പൂജിക്കേണ്ടത്. ആ ഒരു നിലവിളക്കിന് മുൻപിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലായിട്ട് ഒരു ചെറിയൊരു ഉരുളിയിൽ നമ്മൾ അത്രയും ശുദ്ധമായിട്ട് വൃത്തിയോടുകൂടി ഉണ്ടാക്കുന്ന, ദേവിയെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു കടും പായസം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ദേവിക്ക് ആ കടുംപായസം സമർപ്പിക്കുന്നതോടുകൂടി നമ്മൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അതിവേഗം ഫലം ദേവി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ മകരചൊവ്വ ദിവസം ഭദ്രകാളി 10 സ്തോത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ഭദ്രകാളി ഭക്തർ ജപിക്കേണ്ട സവിശേഷ കാളി സ്തോത്രമാണ് ഭദ്രകാളി 10 എന്ന് പറയുന്നത്. 10 ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം നമുക്ക് വീട്ടിലും ക്ഷേത്രത്തിലും ഇരുന്ന് ജപിക്കാവുന്നതാണ്. ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വീട്ടിൽ ഭദ്രകാളി 10 ജപിക്കേണ്ടത്. പ്രത്യേകിച്ച് മകരചൊവ്വ ദിവസം നമ്മൾ വീടുകളിൽ വിളക്ക് കൊളുത്തി ഈ വിശിഷ്ട സ്തോത്രം ചൊല്ലിയാൽ യാതൊരുവിധ ദോഷങ്ങളും നമ്മെ ബാധിക്കുകയില്ല. ഇനി ഭദ്രകാളി 10 സ്തോത്രം നിങ്ങൾക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഭദ്രകാളി മന്ത്രങ്ങൾ, പ്രാർത്ഥനാ മന്ത്രങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ജപിക്കാവുന്നതാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി, കുലം ച കുലം ധർമ്മം ച മാം ച പാലയ പാലയ. മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി, ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധി. ഈ ഒരു മന്ത്രം 54 തവണയോ 108 തവണയോ ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമ്മൾക്ക് ചുവന്ന പൂക്കളായ തെച്ചി, റോസാപ്പൂവ്, ചെമ്പരത്തി അല്ലെ ചുവന്ന അരളി, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ അങ്ങനെ അരളിപ്പൂ എടുക്കുന്ന സമയങ്ങളിൽ ചുവന്ന അരളിയും ഭഗവതിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ഇതുകൊണ്ടുള്ള അർച്ചനകൾ, അതുകൊണ്ടുള്ള മാല ചാർത്തുന്നതൊക്കെ ഭദ്രകാളി ദേവിയുടെ പ്രീതി നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഈ മകരചൊവ്വ ദിവസം നിങ്ങൾ ഭദ്രകാളി അമ്മയെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് വീട്ടിൽ ഭദ്രകാളി സ്തുതികൾ ചൊല്ലി മംഗളമാക്കുക. സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.